കാസർഗോഡ് നഗരത്തിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളുടെ ആന്ധ്ര ഹൈദരാബാദ് ഇടപാടുകൾ പരിശോധിക്കാൻ പോലീസ് മലയാളികളായ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. നോട്ട് വെളുപ്പിക്കൽ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ അരുൺ പാറയ്ക്കൽ വരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ. വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരുപാട് ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ടിസ്റ്റുകൾക്കൊടുവിൽ പോലീസ് മലയാളികളായ 4 പേരെ കൂടി പിടികൂടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആകെ 8 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായത്. ആന്ധ്ര സ്വദേശികളായ 4 പേരും മലയാളികളായ 4 പേരുമായിരുന്നു കേസിലെ പ്രതികളായി ഉണ്ടായത്. ഇന്നിപ്പോൾ മലയാളികളായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക. പ്രത്യേകിച്ച് ഈ ആന്ധ്ര സ്വദേശികൾ 2000-ന്റെ വ്യാജനോട്ട മലയാളികൾ കാണിച്ചു എന്നൊരു മൊഴി പോലീസിന് നൽകിയിരുന്നു. ആ 2000-ന്റെ വ്യാജനോട്ട എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന കാര്യത്തിലൊക്കെ പോലീസിന് ഒരു വ്യക്തത വേണം. അതിന് ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടത് ആവശ്യമാണ്. ഈ മേൽപ്പറമ്പ ബേക്കൽ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഈ 2000-ന്റെ വ്യാജനോട്ടുകൾ ഉണ്ടാക്കി ഇടപാടുകൾ നടത്തുന്നു എന്നൊരു രഹസ്യവിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ഒരു വ്യക്തത തേടിയാണ് ഇന്നിപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. മറ്റൊന്ന്, ആന്ധ്ര ഹൈദരാബാദ് ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ ആന്ധ്ര സ്വദേശികളെ എങ്ങനെയാണ് ഹനീഫയും അതുപോലെ തന്നെ ഷെരീഫും ഒക്കെ പരിചയപ്പെട്ടത് എന്ന കാര്യത്തിലാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മറ്റ് ഒരു ബോസിനെ കുറിച്ച് ഈ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്, ആന്ധ്ര സ്വദേശികൾ മൊഴി നൽകിയിട്ടുണ്ട്. അത് YSR കോൺഗ്രസിന്റെ ഒരു MLA ആണ് എന്നൊരു തരത്തിലാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചും പോലീസിന് അന്വേഷണം നടത്തണം. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണം ഉണ്ടാവൂ, തെളിവെടുപ്പ് ഉണ്ടാവൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.